ശ്രീ ആർ വി ബാബു, ശബരിമല യുവതീ പ്രവേശത്തെ സന്നിധാനത്തെത്തി എതിർത്തവരാണ് ഹിന്ദു ഐക്യവേദിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ നിലപാടിലേക്ക് ഇനി യുവതീ പ്രവേശത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുമ്പോൾ നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? പിന്നെ എന്താണ് നിങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത്? അല്ല, ഇപ്പോൾ ഗോവിന്ദൻ്റെ പ്രസ്താവനയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പ്രസ്താവനയും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രസ്താവനയാണ്, വിശ്വാസയോഗ്യമല്ല. കാരണം ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഇപ്പോൾ പറയുന്നു. ചുരുങ്ങിയത് ഒരു കാലത്തും ഹൈന്ദവ വിശ്വാസത്തോടൊപ്പമായിരുന്നില്ല, ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്നവരായിരുന്നില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടുകളും സർക്കാർ കാണിച്ച ആവേശവും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ്. എന്തൊക്കെയാണ് അന്ന് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ചെയ്തു കൂട്ടിയത്, നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ്, CPM നേതാക്കന്മാർ അയ്യപ്പ വിശ്വാസത്തെ അവമതിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിനി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല, ഒരുപാട് ചർച്ച ചെയ്തതാണിത്. എല്ലാ കാലത്തും ഹൈന്ദവ വിശ്വാസങ്ങളെ തള്ളിപ്പറയുകയും സനാതനധർമ്മത്തെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യം ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല. ഈ ചർച്ചയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗണപതി മിത്താണെന്ന് പറഞ്ഞതും ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിൽ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഹൈന്ദവ വിശ്വാസത്തോട് ഇവർ ഒരു കാലത്തും നീതി പുലർത്തിയിട്ടില്ല, സഹിഷ്ണുത കാണിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള ആദരവ് പോയിട്ട് ഒരു എന്താ പറയുക സഹതാപപരമായ ഒരു നിലപാട് പോലും ഒരു കാലത്തും ഈ പ്രകാശൻ മാഷുടെ പാർട്ടി ഹിന്ദു വിശ്വാസങ്ങളോട് എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഗോവിന്ദൻ മാഷ് ഞങ്ങൾ യുവതീ പ്രവേശനത്തിൻ്റെ വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് പറയുമ്പോൾ ശരിക്കും നേരത്തെ ഇവിടെ ആശ പറഞ്ഞു അത് ഫ്രീസ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ആശ പറഞ്ഞതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി പറയുകയാണ്. സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് ഇപ്പോൾ ലോ ഓഫ് ലാൻഡ്. നമ്മുടെ രാജ്യത്തെ നിയമം അതാണ്. സ്ത്രീകൾക്ക് പ്രവേശിക്കാം, അതായത് 10നും 50നും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നാണ് ഇപ്പോഴത്തെ നിയമം. കാരണം ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. റിവ്യൂ ബെഞ്ച് 5 അംഗ ബെഞ്ച് അത് കഴിഞ്ഞ് പിന്നെ 9 അംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു. കൂടുതൽ അംഗങ്ങളുള്ള ബെഞ്ച് അത് പരിഗണിക്കണം. അത് ഷിരൂർമഠ കേസുമായി ബന്ധപ്പെട്ട്, കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടാണ് അത് 9 അംഗ ബെഞ്ച് കേൾക്കണം എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇപ്പം ഈ പ്രകാശൻ മാഷുടെ ഇവിടെ യുവതീ പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ ആശയൊക്കെ പറഞ്ഞു. ഈ നിയമം കൊണ്ടുവന്നത് ആരാണ്? സ്മൃതി അറിയോ? 965 പബ്ലിക് വർഷിപ്പ് ആക്ട് എന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ, പബ്ലിക് പ്ലേസ് വർഷിപ്പ് ആക്ട് 1965. അത് അന്നൊരു ഓർഡിനൻസ് ആയിട്ടാണ് വന്നത്. ആ ബില്ല്, ആ ഓർഡിനൻസ് നിയമമായത് നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ്, നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ആ ഓർഡിനൻസ് നിയമമായി മാറിയത്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ആക്ട് നിയമമായി മാറിയത് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് വന്നപ്പോഴാണ്. ആ ആക്ടിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പ് കൂടിയുണ്ട്. അത് 3C ആണ്. 3B ആണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തത് സുപ്രീം കോടതി. അപ്പോൾ അതൊക്കെ ചരിത്രം. ഞാൻ പറഞ്ഞത് ഈ ഇടതുപക്ഷത്തിൻ്റെയും ഈ പിണറായി വിജയന്റെയും നിലപാട് ഒട്ടും വിശ്വാസയോഗ്യമല്ല. ഇപ്പോൾ അയ്യപ്പ ഭക്തരോട് അല്ലെങ്കിൽ അയ്യപ്പന്മാരോട് കാണിക്കുന്ന സ്നേഹം കാപട്യമാണ്, കപടമാണ്, വിശ്വാസികളെ വഞ്ചിക്കലാണ്. അങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ട് എങ്കിൽ വിശ്വാസം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളായ NSSനും SNDP യോഗത്തിനും ഇല്ലാത്തത്? ശ്രീ ആർ വി ബാബു, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും, ന്യായങ്ങളുണ്ടാവും. ഞങ്ങൾ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും പ്രതിപാദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ തട്ടിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ സർക്കാർ നാളിതുവരെ തുടർന്നിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എത്ര വഞ്ചനാപരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് NSSും SNDPയും സ്വതന്ത്രമായ സംഘടനകളാണ്. അവര് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പ്രകാശൻ മാഷ് പറഞ്ഞു ഹൈന്ദവരുടെയും അവകാശം ഏറ്റെടുത്ത് പറയാൻ പറ്റുമോ? കാരണം ഈ ഹൈന്ദവരുടെ വോട്ട് കൂടി കിട്ടിയിട്ടാണല്ലോ ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ രണ്ടാമതും ഭരിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിട്ടാണ് അവർ ഭരിക്കുന്നത്. നിങ്ങൾക്കല്ലല്ലോ അത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അവരുടെ മുഴുവൻ പ്രതിനിധിയായി സംസാരിക്കുക? വോട്ടിന്റെ കണക്ക് വെച്ച സ്മൃതി, വോട്ടിന്റെ കണക്ക് വെച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ വോട്ടിന്റെ കണക്ക് തിരിച്ചു പറയാം. എത്ര ശതമാനം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ലേറ്റസ്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ, എത്ര ശതമാനം വോട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ കിട്ടിയത്? നിയർ അബൌട്ട് 20%, അല്ലേ? 19.2, നമുക്ക് 20% എന്ന് കണക്ക് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് എടുത്താൽ 20%. ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് അറിയാമോ സ്മൃതി? 1,98,00,000 വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ കാലത്ത് പോൾ ചെയ്തത്. അതിൽ നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ
1 കോടി വോട്ട് 50% വോട്ട് ഹിന്ദുക്കളുടെ വോട്ടാണ്. കാരണം കേരളത്തിൽ ജനസംഖ്യ എന്ന് പറയുമ്പോൾ 50%, ഏകദേശം 50% ഹിന്ദുക്കൾ, 50% ന്യൂനപക്ഷങ്ങൾ. ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്കാണ് BJPയെയും ബാക്കി നിങ്ങൾ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നതെങ്കിൽ 1,98,00,000 20% എന്ന് പറയുന്നത് 1 കോടിയുടെ 40% അല്ലേ? എന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ 40% പേര് പിന്തുണയ്ക്കുന്നു കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എന്നാണ് അതിനർത്ഥം. 40% ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു വിശ്വാസത്തെ നിങ്ങൾ എങ്ങനെയാണ് ചെറുതാക്കി കാണുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അത് ശക്തിയല്ലെന്ന് പറയുന്നത്? ഞാൻ പറയുന്ന കണക്കാണ്. നിങ്ങൾക്ക് അതിനെ അതിനെ ചലഞ്ച് ചെയ്യാനുണ്ടോ? ഞാൻ പറയുന്ന കണക്കല്ലേ. 40% ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് സംഘപരിവാരം എന്ന് പറഞ്ഞാൽ, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ. അതിനെ നിങ്ങൾക്ക് ചെറുതാക്കി കാണാൻ സാധിക്കുമോ? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തിരുത്തേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ CPM ആണ് ഹിന്ദുക്കളുടെ മുഴുവൻ കുത്തക, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ CPMലാണ്. ഹിന്ദു വിശ്വാസികൾ ബഹുഭൂരിപക്ഷം അല്ല. ഞാനതിനെ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ തിരുത്താമെങ്കിൽ തിരുത്തിക്കോളൂ. ഇത് തെറ്റായിട്ടുള്ള ഒരു നരേറ്റീവാണ്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ ഇന്ന് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കൊപ്പമാണ്. ആ ഹിന്ദുക്കളാണ് പറയുന്നത്, ആ സംഘടനകളാണ് പറയുന്നത് ഈ അയ്യപ്പ സംഗമം രാഷ്ട്രീയ തട്ടിപ്പാണ്. ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് വ്യവസായികളെ കൊണ്ടുവന്ന് പണം സ്വരൂപിക്കാനാണ്. ഇവിടെ എന്താണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കാൻ പോകുന്നത്? ശബരിമലയിൽ വിശ്വാസികൾക്ക് പ്രിവിലേജ് നിശ്ചയിക്കുകയാണ്. ശബരിമലയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്താണ് സ്മൃതി? എല്ലാവരും അഭിമാനിക്കുന്നത് അത് ഒരു സമഭാവനയുടെ കേന്ദ്രമാണ്. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ, എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ താഴ്ന്നവരില്ല, ഉയർന്നവരില്ല, ജാതിയുടെ ഭേദങ്ങളില്ല, ഒരു വ്യത്യാസമില്ല, എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ ഇപ്പൊ എന്താണ് ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നത്? ഡയമണ്ട് കാർഡ്. 3 കോടി രൂപ എടുക്കുന്ന ഡയമണ്ട് കാർഡ്. 5 ദിവസം താമസം, 10 ദിവസം വരാം, അവിടെ ദർശനം, അതിന്റെ സൗകര്യം, ഭക്ഷണ സൗകര്യം, യാത്രാ സൗകര്യം ഒക്കെ ഒരുക്കി കൊടുക്കും. 3 കോടി രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുത്താൽ ഗോൾഡൻ കാർഡ്, 50 ലക്ഷം രൂപ കൊടുത്താൽ സിൽവർ കാർഡ്. നോക്കൂ, അയ്യപ്പന്മാരെ വിഭജിക്കുകയല്ലേ. ഈ തരത്തിൽ പണമുണ്ടാക്കാനുള്ള കച്ചവടത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഗമം നടത്തുന്നത്. അയ്യപ്പന്മാരുടെ വിശ്വാസം കൊണ്ടുള്ള അങ്ങനെ ഒരു വിശ്വാസം അയ്യപ്പ വിശ്വാസത്തോടും അയ്യപ്പന്മാരോടും ഉണ്ടെങ്കിൽ ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത അയ്യപ്പന്മാർക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള കേസ് പിൻവലിക്കുമോ ഈ സർക്കാർ? കേസ് പിൻവലിച്ചിട്ടുണ്ടല്ലോ. ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ടല്ലോ. വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത കേസുകൾ പിൻവലിച്ചില്ലേ? CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേസുകൾ പിൻവലിച്ചില്ലേ? ക്രിമിനൽ കേസുകൾ മാത്രമേ പിൻവലിക്കാത്തുള്ളൂ. റിപ്പോർട്ടിനെതിരായിട്ട് നമ്മുടെ താമരശ്ശേരി ഏത് കേസുകളാണ്? ക്രിമിനൽ കേസുകൾ മാത്രമേ പിൻവലിക്കാത്തുള്ളൂ. ക്രിമിനൽ കേസുകൾ മാത്രമാണ് പിൻവലിക്കുന്നത്. വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വകുപ്പുകൾ ഉള്ള കേസുകളാണ് പിൻവലിക്കാത്തത്. അയ്യപ്പന്മാരുടെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യപ്പെട്ട സ്ത്രീകളടക്കമുള്ളവരുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ ഇപ്പോഴും ഞങ്ങൾ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ ഇരട്ടത്താപ്പ്? ഞാൻ ചോദിക്കട്ടെ, കേസെടുത്ത കേസുകൾ മാത്രമേ പിൻവലിക്കാത്തുള്ളൂ, ബാക്കിയുള്ളവ പിൻവലിച്ചിട്ടുണ്ട്. ഇതാണ് സർക്കാരിന്റെ കൃത്യമായ വാദം. അങ്ങനെ പിൻവലിച്ചിട്ടില്ല എങ്കിൽ NSS ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? സ്മൃതി, എൻ്റെ കൂടെ കേസിൽ വരുന്ന സ്ത്രീകളുണ്ട്. ഞാൻ പറവൂര് നിരവധി കേസുകളിൽ ഇപ്പോഴും ഹാജരായിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ കൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ അക്രമം നടത്തിയ സ്ത്രീകളാണെന്നാണ് പറയുന്നത് നിങ്ങൾ. അവരൊക്കെ നിസ്സാര വകുപ്പുകളിലാണ്. നിസ്സാര വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ്, ഒരു അക്രമ സംഭവങ്ങളിലും പെടാതെ നിസ്സാര വഴി തടഞ്ഞു, ഗതാഗത തടസ്സമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിസ്സാര വകുപ്പുകൾ ചാർത്തിക്കൊണ്ടുള്ള കേസുകളിൽ എൻ്റെ കൂടെ ഹാജരാകുന്ന സ്ത്രീകളുണ്ട്. സ്മൃതി, അല്ല, ഹിന്ദു ഐക്യവേദി ഇതിൽ എടുത്ത ഒരു സ്വഭാവം, പ്രതിഷേധത്തിന്റെ സ്വഭാവമൊക്കെ അന്ന് കണ്ടതാണല്ലോ, എത്ര തീവ്രമായിരുന്നു എന്നും. ആ തീവ്രതയോടുകൂടിയുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിന്നവർക്ക് എതിരെ ഒരു പക്ഷേ ആ രൂപത്തിലുള്ള കേസായിരിക്കാം വന്നിരിക്കുക. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരായിരിക്കില്ലല്ലോ. കേരളത്തില് എത്ര അക്രമ സംഭവങ്ങളിലാണ് TP സെൻകുമാർ പ്രതിയായിട്ടുള്ളത്? TP സെൻകുമാർ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? അല്ലെങ്കിൽ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? ഡോക്ടർ KS രാധാകൃഷ്ണൻ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? ശശികല ടീച്ചർ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? ഞാൻ എവിടെയാണ് അക്രമത്തിന് നേതൃത്വം കൊടുത്തത്? ഏത് തരത്തിലാണ് ഞങ്ങളെയൊക്കെ ആയിരക്കണക്കിന് കേസുകൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്? RV ബാബു, നാവുകൊണ്ടും നേതൃത്വം കൊടുക്കാമല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ ആണെങ്കിൽ
നിയമം എന്തുകൊണ്ടാണ് സ്മൃതി ആ നിയമം എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ കേസിൽ ബിഷപ്പിനെതിരെ ചാർത്താതിരുന്നത്? ആ നിയമം എന്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരി താമരശ്ശേരി ബിഷപ്പിനെതിരെ ചേർക്കാതിരുന്നത്? ഫോറസ്റ്റ് ഓഫീസ് അടക്കം കത്തിച്ചതാണല്ലോ അവിടെ. അപ്പൊ രണ്ട് നിയമമാണ്. ഇവിടെ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്ന കാപട്യം തിരിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമല ക്ഷേത്രത്തിലെ വിശ്വാസത്തിന് എതിരായിട്ട് നിലകൊണ്ട ഇതേ പാർട്ടിയല്ലേ ശരീഅത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തിട്ടുള്ളത്? അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ തുല്യതയുടെ പ്രശ്നമല്ലേ? വിശാലമായ സങ്കല്പത്തെക്കുറിച്ച് പറയുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും എത്താവുന്ന ഒരു ആരാധനാലയം എന്ന നിലയ്ക്ക് ശബരിമല എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് അങ്ങ് പറയുന്നു. എന്നിട്ട് ക്രിസ്ത്യാനികളോട് CPM കൂറ് കാണിച്ചതും അപ്പുറത്ത് മുസ്ലിങ്ങളോട് കൂറ് കാണിച്ചതിൻ്റെയും കണക്കെടുക്കുന്നു. അതൊരു ശരിയായ സമീപനമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ? സ്മൃതി, ഈ ചർച്ച കേൾക്കുന്നവരെ ചിരിപ്പിക്കരുത് ദയവേത്. അല്ല, അങ്ങ് ചിരിച്ചോളൂ. ദയവേത് ചിരിപ്പിക്കരുത്. അങ്ങ് എന്താണ് പറയുന്നത്? ഞാൻ ചിരിക്കൽ മാത്രമല്ല, പ്രേക്ഷകർ ചിരിക്കും സ്മൃതിയുടെ ചോദ്യം കേട്ടാൽ. ശബരിമല ഒരു ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ്. ആ ഹൈന്ദവ ക്ഷേത്രത്തിൽ എല്ലാവർക്കും വരാം. യഥാർത്ഥത്തിൽ നിയമം അനുസരിച്ച് അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ പറയുന്നത് നിയമമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം എല്ലാ ക്ഷേത്രങ്ങളിലും വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും കയറ്റണം എന്നാണ് കേട്ടോ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് വേറെ. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ നിയമം അനുശാസിക്കുന്നത് 965 പബ്ലിക് പ്ലേസ് വർഷിപ്പ് ആക്ട് 1965 നിയമം അനുശാസിക്കുന്നത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് എന്നോട് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞത് എന്താ, ഈ സർക്കാരിന്റെ കാപട്യമാണ്. മതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാപട്യം, വർഗീയ പ്രസ്ഥാനങ്ങളെ പ്രീണിപ്പിച്ചു. ഇപ്പൊ എന്താ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ CPMനെ കൈയൊഴിയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ അത് വ്യക്തമായി. അപ്പൊ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ എന്താ വഴി? ഈ കാപട്യം നിറഞ്ഞ നിലപാടെടുക്കുക എന്നുള്ളതാണ്. ശരി, ആ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നിങ്ങളുടെ നിലപാട് പൂർണ്ണമായി ശരിയായത് കൊണ്ടാണ് അപ്പുറത്ത് തെറ്റായത് എന്ന അർത്ഥമില്ല. CPM ഇതുവരെ എടുത്തുകൊണ്ടിരുന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നു, സർക്കാരും അങ്ങനെ പിന്നാക്കം പോകുന്നു. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.